ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? സുഖം. ഓക്കെ. ബാക്കി എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തുവാ? ആൽഫബറ്റ്സ്. ആ ആൽഫബറ്റ്സ് പ്രൊനൗൺസ് ചെയ്യാനും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആൽഫബറ്റ്സ് പഠിച്ചതിനകത്ത്? ഏതേലും ലെറ്റർ? ഓക്കെ. നമ്മള് സെഡ് വരെ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ 4 ലെറ്റേഴ്സ് പഠിച്ചായിരുന്നു. ഓക്കെ. അതേതൊക്കെയാ? എ ഉംലോട്ട്. ഓക്കെ. 2 കുത്ത് മേളി വരുന്നതാണ് എ ഉംലോട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒ ഉംലോട്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് യു ഉംലോട്ട്. മീൻസ് ആ കുത്തിനെയാ നമ്മൾ പറയുന്നത് ഉംലൗട്ട് എന്ന്. UMLAUT. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു നോട്ട് പാഡും അല്ലെങ്കിൽ എഴുതുന്ന നോട്ട്ബുക്കും ഒരു പേന എടുത്തിരിക്കണേ. എക്സ്ട്രാ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പൊ എ ഉംലൗട്ട്, യു ഉംലൗട്ട്, ഒ ഉംലൗട്ട്, പിന്നെയാണ് ഷാർഫസിസ്. ഓക്കെ. അതായത് ബീറ്റ സൈൻ. ഓക്കെ. ആ ബീറ്റ സൈനെയാ പറയുന്നത് നമ്മൾ ഷാർഫസിസ് എന്ന്. അതിന്റെ സൗണ്ട് എന്നാ എസ്. നോർമൽ എസ് പോലെയാണ് നമ്മൾ അതിനെ സൗണ്ട് ചെയ്യുന്നത്. അതേസമയം എ ആണെങ്കിൽ എ പോലെ, എ ഉംലോട്ടിന് നമ്മൾ എ തന്നെയാ സൗണ്ട് ചെയ്യുന്നത്. യു ഉംലോട്ടിനെ നമ്മൾ യുന്ന്. ഓക്കെ. അതേസമയം ഒ ഉംലോട്ടിനെ നമ്മൾ ഓയ്. ഓക്കെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ തരാം. എ ഉംലോട്ടിന്റെ എക്സാമ്പിൾ തരാം. ഓക്കെ. എഫ് എ ഉംലൗട്ട് HRT ഫെയർട്ട്. ഓക്കെ. ഇത് ഏതാ? ഒരു കോൺജുഗേഷൻ വെർബ് ആണ്. ഓക്കെ. ഫാരൻ മീൻസ് ടു ഡ്രൈവ് ആ. ഓക്കെ. ഫാരൻ മീൻസ് ടു ഡ്രൈവ്. അപ്പൊ ഡ്രൈവിന്റെ കോൺജുഗേഷൻ ആയിട്ട് വരും ഫെയർട്ട് എന്ന്. അപ്പൊ എ ഉംലോട്ട് വന്നത് കൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നു ഫെയർട്ട് എന്ന്. അതേസമയം ഉംലോട്ട് ഇല്ലാതെ നമ്മൾ FAHRT പറയുമായിരുന്നെങ്കിൽ അത് ഫാർട്ട് ആയനെ. ഓക്കെ. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുന്നുണ്ടോ? എ ഉംലൗട്ട് വന്നത് കൊണ്ട് FA ഉംലൗട്ട് HRT അത് വന്നത് കൊണ്ട് ഫെയർട്ടായി. ഓക്കെ. ഇതാണ് എ ഉംലൗട്ടിന്റെ. ഇനി അടുത്തയാണ് യു ഉംലൗട്ട്. അടുത്താണ് യു ഉംലൗട്ട്. ഇപ്പൊ യു ഉംലൗട്ട് മീൻസ് എന്നാ? യു ആ സൗണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുക. TU umlaut R. Okay, TU umlaut R. But TU umlaut R means tour. Okay, they are tour. Okay, tour means in a door. Okay, but TU umlaut R വന്നപ്പം അത് tour ആയി. ഓക്കെ. ഇനി അടുത്താണ് O umlaut. ഓക്കെ. ഇനി O umlaut പറയുവാണെങ്കിൽ HO umlaut REN. HO umlaut REN. അപ്പൊ അതാണ് ഹ്യോറൻ. ഓക്കെ. അപ്പൊ അതിനെ പറയും നമ്മള് ഹ്യോറൻ. ഓക്കെ. അപ്പം ഒരു യോ സൗണ്ട് ആണ് O umlautന് വരുന്നത്. ഹ്യോറൻ. ഓക്കെ. ഇനി അടുത്താണ് ടി ഷാർഫസിന്റെ. ഓക്കെ. ഷാർഫസിസ് ഞാൻ പറയുവാണ്. ഡ്രൈസിഷ്. ഓക്കെ. ഡ്രൈസിഷ് മീൻസ് DREI ഷാർഫസിസ് IG. DREI ഷാർഫസിസ് IG. ഇതിനെ പറഞ്ഞ ഡ്രൈ സിഷ് എന്ന്. ഓക്കെ. ഡ്രൈ സിഷ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇതായി 4 എക്സ്ട്രാ വേർഡ്സ്. അതേസമയം ഇനി വേറെ ഉണ്ട്. അതേസമയം നെക്സ്റ്റ് ആണ് EI. ഓക്കെ. ഒരുമിച്ച് വരും ഒരു സെന്റൻസിനകത്ത് അല്ലെങ്കിൽ ഒരു വേർഡിനകത്ത് EI വരുവാണെങ്കിൽ EI. അപ്പൊ സെക്കൻഡ് വേർഡ് ഐ അല്ലേ അതിനകത്ത്. അപ്പൊ ഐ ആയതുകൊണ്ട് നമ്മൾ ഐ എന്ന് പ്രൊനൗൺസ് ചെയ്യും. EI. സെക്കൻഡ് വേർഡ് ഇതാ ഐ എന്ന് ലെറ്റർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഐ എന്ന് പ്രൊനൗൺസ് ചെയ്യും ഒരു എക്സാമ്പിളിനകത്ത്. ഓക്കെ. ഇപ്പം
ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ക്ലൈഡുങ്. ഓക്കെ, സ്പെല്ലിംഗ് എഴുതിക്കൂ. KLEIDUNG. KLEIDUNG. ക്ലൈഡുങ്. ഓക്കെ, ക്ലൈഡുങ്. അപ്പം ഇവിടെ എന്തുവാ? KLEI. ഈ ഐ വന്നപ്പം സെക്കൻഡ് ലെറ്റർ ഏതാ ഇവിടെ? ഐ ആ. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഈ സെന്റൻസ് ഐ എന്ന പ്രൊനൗൺസ് ചെയ്ത് ഈ ഐനെ നമ്മൾ ഐ, അതായത് KLEI, ക്ലൈ, ക്ലൈ, ടി, അതുപോലെ തന്നെ യു എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് UNG. ഓക്കെ, ക്ലൈ ഡുങ്. ഈ ഐ വന്നത് കാരണം അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഐ എന്ന്. അപ്പൊ ക്ലൈ ഡുങ്. ഈ അതേസമയം റിവേഴ്സ് വരുവാണെങ്കിൽ IE വരുവാണെങ്കിൽ, ഓക്കെ, ക്ലൈഡുങ് മീൻസ് എന്ന ഡ്രസ്. ഓക്കെ, ക്ലൈഡുങ് മീൻസ് എന്ന ഡ്രസ്. ഡ്രസ്സിനെ നമ്മള് ജർമ്മനില് ക്ലൈഡുങ് എന്ന് പറയുന്നേ. ദി ക്ലൈഡുങ്. ആർട്ടിക്കിൾസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ ഐ ഇനിയാണ് റിവേഴ്സ്, അതായത് IE. ഓക്കെ, അപ്പൊ IEന്റെ കേസിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഇ എന്ന്. സെക്കൻഡ് ലെറ്റർ എന്തുവാ ഇവിടെ? ഇ. അപ്പൊ എന്തെങ്കിലും ഒരു വേർഡ്സിനകത്ത് ഈ രണ്ട് ലെറ്റർ ഒരുമിച്ച് വരുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെറ്ററിനെ പ്രിഫറൻസ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഇ എന്ന് പറയും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. TIEF. TIEF. TIEF മീൻസ് എന്നാ? ഡീപ്പ്. ഓക്കെ, ഡീപ്പിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് ഡീപ്പ്. ജർമ്മന് പറയുന്നതാണ് ടീഫ് എന്ന്. ഓക്കെ, ടീഫ്. അപ്പൊ ഇതിനെന്താണ്? TIEF. അപ്പം ഇവിടെ IE ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലെറ്ററിന് പ്രിഫറൻസ് കൊടുത്തു. സെക്കൻഡ് ലെറ്ററിന് പ്രിഫറൻസ് കൊടുത്തത് കാരണം അതിനെ നമ്മൾ IE എന്ന് പറയുന്നത്, ഇ, ടീഫ് എന്ന്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, IEയും ഈ ഐന്റെ കേസ് മനസ്സിലായോ? എങ്ങനെ പ്രൊനൗൺസിയേഷൻ? ഒരു വേർഡിനകത്ത് ഈ രണ്ട് ലെറ്റർ വരുവാണെങ്കിൽ ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യും. ഒരു വട്ടം കൂടെ പറയണം. ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ ഈ രണ്ട് കേസ്? IEയും EIയും ഒരു വേർഡിനകത്ത് എങ്ങനെ വരുമ്പം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് EU. ഓക്കെ, EU. EU മീൻസ് ആണ്, EU പറയുമ്പം ഓയ് എന്ന് ഒരു പ്രിഫറൻസ് വരുന്നത്. ഓയ്, ഓയ് എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ TEUR. TEUR. TEUR മീൻസ് ആണ് എക്സ്പെൻസീവ്. ഓക്കെ, അതിനെ നമ്മൾ ടോയർ. ഓക്കെ, അപ്പൊ EU വന്നത് കൊണ്ട് ഒരു ഓയ് സൗണ്ടാ. അപ്പൊ ഓയ് സൗണ്ട് ആയത് കാരണം ടോയർ. ഓക്കെ, EU വരുമ്പം ഓയ് സൗണ്ടാ വരുന്നത്, ടോയർ. ഓക്കെ, നെക്സ്റ്റ് ആണ് IG. ഓക്കെ, IG ചില നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്കിത് പ്രൊനൗൺസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, IG എന്ന് പറയുമ്പോൾ ഇഗ് എന്നും പറയാം, ഇഷ് എന്നും പറയാം. ഓക്കെ, IG വരുമ്പം ഇഗ് എന്നും പറയാം, ഇഷ് എന്നും പറയാം. നേരത്തെ ഒരു ഡ്രൈ സിഷ് എന്ന് എഴുതിയില്ലായിരുന്നോ? സ്പെല്ലിംഗ് എന്തുവാ? DREI IG. ഓക്കെ, അപ്പൊ ഈ IG വന്നതുകൊണ്ട് ഡ്രൈ സിഗ് എന്നും പറയാം, അത് ഡ്രൈ സിഷ് എന്നും പറയാം. ഓക്കെ, രണ്ട് ടൈപ്പില് നമുക്കത് പറയാം. ഡ്രൈ സിഗും ഡ്രൈ സിഷും. ഓക്കെ, ഡ്രൈ സിഗ് മീൻസ് എന്ന 30നെ നമ്മൾ പറയുന്നത് ഡ്രൈ സിഗ് അല്ലെങ്കിൽ ഡ്രൈ സിഷ് എന്ന്. അപ്പൊ IG ആയി.
അതേസമയം ഒരു കേസിൽ ഒരു വേർഡിൽ എൻ ജി വരുവാണെങ്കിൽ, ഓക്കെ, എൻ ജി നമ്മൾ എക്സാമ്പിൾ കണ്ടില്ലേ, ക്ലൈഡും. ഓക്കെ, നമ്മൾ ലാസ്റ്റിൽ പറയുന്നത് എൻ ജിനെ ങ. ഓക്കെ, നമ്മൾ മലയാളത്തിലെ ലെറ്റർ ങ, ക്ലൈഡും. എൻ ജിനെ പറയുന്നത് ഗ എന്ന് പറയത്തില്ല, അത് ങ എന്ന് പറയും. എൻ ജി വരുമ്പോൾ ങ, ക്ലൈഡും. ഡിഫറൻസ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഐ ഇ, ഇ ഐ, ഇ യു, എൻ ജി, പിന്നെ ഐ ജി. ഈ ഒരു 5 വാക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു വേർഡിലെ ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ഇപ്രകാരം വന്നാല് നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. മാം എൻജി ഒന്നുകൂടി പറഞ്ഞു തരാമോ? എൻ ജി മീൻസ് ങ. ഓക്കെ, ങ. ഇപ്പം ഞാൻ എഴുതിപ്പിച്ച എന്തുവാ? ക്ലൈഡും. ഓക്കെ, ക്ലൈഡും മീൻസ് ഡ്രസ്. അപ്പൊ ക്ലൈഡും ങ എന്നാ ലാസ്റ്റിലെ പ്രൊനൗൺസിയേഷൻ വരുന്നത്, എൻ ജി കാരണം. ഓക്കെ, മലയാളത്തിലെ ലെറ്റർ ങ എന്നായിട്ട് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. മറിയയ്ക്ക് മനസ്സിലായോ? യെസ് മാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഓക്കെ, ഡൗട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ചോദിച്ചാൽ മതി. എന്താ? ദിയ എന്തേലും പറഞ്ഞോ ഇപ്പൊ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കുന്നത് മന്ത്സ് ഇൻ ജർമ്മൻ. ഓക്കെ, ആദ്യം നമുക്ക് ലെറ്റേഴ്സ് പഠിച്ചു. അപ്പൊ ഈ ലെറ്റേഴ്സ് വരുമ്പോ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മന്ത്സ്, വീക്സ്, ഓക്കെ, ഡേയ്സ്. ഓക്കെ, ഡേയ്സ്, സീസൺസ്, കളർ. ഓക്കെ, ആദ്യം നമുക്ക് മന്ത്സ് നോക്കാം. ഓക്കെ, മന്ത്സിന് എന്നാ പറയുന്നത്? ദയാ മൊനാട്ട് എന്ന്. അപ്പൊ ഇവിടെ കണ്ടോ ആർട്ടിക്കിൾസ് എല്ലാം ദയാ മൊനാട്ട്. ഇപ്പൊ ദയാ മൊനാട്ട് മീൻസ് എന്നാ? ദയാ ആർട്ടിക്കിൾ എന്തുവാ? നമ്മളുടെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്, എ ആൻഡ് ദ. ഓക്കെ, എ ആൻഡ് ദ, ഈ 3 ആർട്ടിക്കിൾസ് ആണ്. അതേസമയം ജർമ്മനിൽ ദ ആർട്ടിക്കിൾ തന്നെ ഒരു 4 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, ദ ആർട്ടിക്കിൾ, ദി, ദസ്, ദി. ഓക്കെ, ദയ ആണ് മസ്കുലിൻ, ഓക്കെ, പിന്നെയാണ് ദി ആണ് ഫെമിനിൻ, ദയ മീൻസ് ദയുടെ സ്പെല്ലിംഗ് ആണ് DER. അത് നമ്മൾ പറയാൻ ദർ എന്ന് വായിക്കത്തില്ല, ദയ. ഓക്കെ, ദയ എന്നാ വായിക്കുന്നത്, ദയ. പിന്നെ നെക്സ്റ്റ് അതാണ് മസ്കുലിൻ. ഇനി നെക്സ്റ്റ് ആണ് ഫെമിനിൻ. ഓക്കെ, ഫെമിനിൻ ആണ് ദി, ഫെമിനിൻ ദി, DIE, ഡി. ഇവിടെയും കണ്ടോ IE വന്നത് കൊണ്ട് ലാസ്റ്റിലെ ഒരു ലെറ്ററിന് പ്രിഫറൻസ് കൊടുത്തിട്ട് ഇ എന്നാ നമ്മൾ ഇത് വായിക്കുന്നത്, ദി. ദയ മസ്കുലിൻ, DER ദയ മസ്കുലിൻ, പിന്നെ DIE ദി ഫെമിനിൻ. പിന്നെ നെക്സ്റ്റ് ആണ് ദസ്. ഓക്കെ, ദസ് ആണ് നോയട്രം, NEUTRUM. നോയട്രത്തിന്റെ സ്പെല്ലിംഗ് ആണ് NEUTRUM. എവിടെയും കണ്ടോ NEU വന്നപ്പോ നോയ് എന്ന് പറഞ്ഞത്, നോയട്രം. ഓക്കെ, നോയട്രം.
പിന്നെയാണ് അതിന്റെയാണ് ആർട്ടിക്കിൾ DAS thus. DAS thus. പിന്നെയാണ് വരുന്നത് പ്ലൂറൽ. ഓക്കെ, പ്ലൂറൽ ആണ് DIE. പ്ലൂറൽ ആണ് DIE. ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറയുവാണേ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടൊക്കെ നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഒക്കെ കാണും പിന്നെ കൺഫ്യൂസ് ആകല്ലേ, അതുകൊണ്ടാണ് ജസ്റ്റ് ബ്രീഫായിട്ട് എന്തുവാ സംഭവം എന്ന് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. ഇപ്പൊ 4 ആർട്ടിക്കിൾസ് ഉണ്ട്. തന്നെ 4 ആയിട്ട് ഡിവൈഡ് ആയിട്ട് ജർമ്മനിൽ 4 എണ്ണം ഉണ്ട്. ദേ ആർ മസ്കുലിൻ, ദി ഫെമിനിൻ, ദസ് നോയിട്രം, ദി പ്ലൂറൽ. ഓക്കെ, 4. എല്ലാ നൗൺസും ഇംഗ്ലീഷിലും നൗൺസ് ഉണ്ട്, ജർമ്മനിലും നൗൺസ് ഉണ്ട്. അപ്പൊ എല്ലാ നൗൺസിനും അതിൻ്റെതായ സ്പെസിഫിക് ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ ആർട്ടിക്കിൾസ് ആണ് ദേ ആർ, ദി, ദസ്, ദി. ഈ 4 ആർട്ടിക്കിൾസ് എല്ലാ നൗൺസിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ദേ ആർ, ദി, ദസ്, ദി. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ നൗണിന്റെ കൂട്ടത്തിൽ ഏതാ ആർട്ടിക്കിൾ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് വേണം പഠിക്കാനാണ്. ഇപ്പൊ ഞാൻ പറയുന്നില്ലേ മൊനാട്ട് മന്ത്. ഓക്കെ, ഇതിനെ പറയുന്നത് മൊനാട്ട് മന്ത്. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഒരു വേർഡ് പഠിക്കുക, ഒരു നൗൺ പഠിക്കുവാണെങ്കിൽ ദേ ആർ മൊനാട്ട്. ഓക്കെ, ദേ ആർ മൊനാട്ട്. അതൊരിക്കലും സിംഗുലർ ആണെങ്കിൽ ദി മൊനാട്ട് ആകത്തില്ല. പ്ലൂറൽ ആണെങ്കിലാണ് ദി മൊനാട്ടെ. അവിടെ കോമ കഴിഞ്ഞിട്ട് ഇ ഇട്ട് കണ്ടോ? അപ്പൊ അതെന്താ? പ്ലൂറൽ വന്നാല് നമ്മള് MONATE ആകും അതിന്റെ സ്പെല്ലിംഗ്. ദേ ആർ മൊനാട്ടെ, ദി മൊനാട്ടെ. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ ഒരു മന്ത്. ഓക്കെ, നമുക്ക് ഒരു മന്ത് പറയണമെങ്കിൽ ദേ ആർ മൊനാട്ട്. ഇപ്പം പ്ലൂറൽ ആയിട്ട് പറയണമെങ്കിൽ ദി മൊനാട്ടെ. ഇ വന്നപ്പം AI സൗണ്ട് കണ്ടോ? ഒരു വ്യത്യാസം കണ്ടോ? ഇ വന്നപ്പോഴത്തേക്ക് ആ പെർട്ടിക്കുലർ ഫുൾ ഒരു വേർഡിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെ ചേഞ്ച് ആയി. മൊനാട്ടെ, ഈനെ നമ്മൾ എ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ട് മൊനാട്ടെ, ദേ ആർ മൊനാട്ട്, ദി മൊനാട്ടെ മന്ത്സ്. മനസ്സിലായോ? ആർട്ടിക്കിൾസ് മനസ്സിലായോ? ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് എന്താ ഈ ആർട്ടിക്കിൾ ദേ ആർ, ദി, ദസ്, ദി, എന്താ ആർട്ടിക്കിൾ എന്ന് മനസ്സിലായോ? ഈ ആർട്ടിക്കിളിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർട്ടിക്കിൾ എന്തുവാണെന്ന് വെച്ചാ? ഓക്കെ, നോക്ക്, നമ്മളുടെ ഇംഗ്ലീഷിലുള്ള എന്താ? ജസ്റ്റ് ദ ഡോഗ്, ദ കാറ്റ്, ദ കാർ, ദ വിൻഡോ, ദ ഡോർ, എല്ലാം വെച്ച് തന്നെ. ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല, ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. അതേസമയം ജർമ്മനില് ഒരു നൗൺ ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെതായ സ്പെസിഫിക് ഉണ്ട്, മസ്കുലിൻ ഉണ്ട്. ജെൻഡർ വൈസ് അത് നമുക്ക് പറയാം, ജെൻഡർ വൈസ് അത് ചേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണെന്ന്. അതുപോലെ തന്നെ പക്ഷെ ആക്ച്വൽ അത് ജെൻഡർ വൈസ് അല്ല. ഇപ്പൊ നമ്മള് ദേ ആർ മസ്കുലിന. ഓക്കെ, ദേ ആർ മസ്കുലിന, DER, ദേ ആർ അത് വായിക്കുന്നത്. ദേ ആർ മസ്കുലിൻ. ദി, DIE, ദി. ഫെമിനിൻ നോയിട്രം ആണെങ്കിൽ ദസ്, DAS ദസ്. അപ്പൊ ഇതെന്നാ സിംഗുലറാ. ഈ 3 കാറ്റഗറി സിംഗുലറാ. പ്ലൂറൽ വരുമ്പോഴത്തേക്ക് DIE ആകും. ഓക്കെ, പിന്നെ ഈ ദ ആർട്ടിക്കിളിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റാ. ഇപ്പൊ നമ്മള് ഹുണ്ട്, ഓക്കെ, HUND, ഓക്കെ, HUND ഹുണ്ട്, അതായത് ഡോഗ്. ഓക്കെ, ഡോഗിന്റെ ആർട്ടിക്കിൾ എപ്പോഴും ദയ ആയിരിക്കും, അതായത് DER, ദയ. ഓക്കെ, ഡോഗിന്റെ ആർട്ടിക്കിൾ എപ്പോഴും ദയ ആയിരിക്കും. ഓക്കെ, ഒരു വൊക്കാബുലറിയിൽ ഓൾറെഡി സ്പെസിഫിക്കലി സെറ്റ് ആണ് ഏത് വെർബിന് ഏത് ആർട്ടിക്കിളാ വരുന്നതെന്ന്. അതൊരിക്കലും മാറ്റമില്ല. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നു. അതായത് ഹുണ്ടിന് ദയ ആണെങ്കിൽ കാറ്റിന് ദിയ, ഓട്ടോയ്ക്ക് ദസ്സ, അങ്ങനെ മന്തിന് ദയ. അങ്ങനെ ഓൾറെഡി ഡിഫറൻഷിയേഷൻ ആയിട്ട് സെറ്റ് ആക്കി വെച്ച കുറെ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് നമ്മളായിട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
അപ്പൊ ഒരു നൗൺ പഠിക്കുമ്പോൾ എല്ലാ ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മീൻസ് ഇപ്പം കാറ്റിന്റെ ഒരു പുതിയ വേർഡ് നമ്മൾ പഠിക്കുവാണ് കാറ്റ്സേ. കാറ്റ്സേ, KATZE, KATZE. അപ്പൊ കാറ്റ്സേ, ഓക്കെ, കാറ്റ് പൂച്ചനെ കണ്ടപ്പോൾ നമ്മൾ പറയും ഓ അത് കാറ്റ്സേ ആണ്, നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു കാറ്റ്സേ. പക്ഷെ കാറ്റ്സേന്റെ ആർട്ടിക്കിൾ എന്തുവാ? ഡി കാറ്റ്സേ, DIE, ഡി കാറ്റ്സേ. ഓക്കെ, അപ്പൊ ഇത് സമയത്ത് ഇപ്പൊ പഠിക്കാൻ നേരം കാറ്റ്സേന്റെ കൂട്ടത്തിലുള്ള ആർട്ടിക്കിൾ എന്തുവാന്ന് വെച്ചാൽ അതും പഠിക്കണം, ദി കാറ്റ്സേ. അപ്പൊ ഞാൻ പറയുക മസ്കുലിൻ ഫെമിനിൻ, പേര് മസ്കുലിൻ ഫെമിനിൻ ആണ്, ഡിഫറൻഷിയേഷൻ ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നമുക്ക് മെയിലും ഫീമെയിലും ആയിട്ട് അതിനെ ഡിഫറൻഷിയേറ്റും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം പൂച്ച, ആൺപൂച്ചയുണ്ട് പെൺപൂച്ചയുണ്ട്. പക്ഷെ ജർമ്മൻ കാറ്റഗറിയിൽ എപ്പോഴും അത് ഫെമിനിൻ ആയിട്ടാണ് വരുന്നത്, ആൺപൂച്ചയായാലും പെൺപൂച്ചയായാലും. ഓക്കെ, ദി കാറ്റ്സി ആയിട്ട്. അതേസമയം പട്ടി ആണെങ്കിലും അതുപോലെ തന്നെ ദേ ആർ ഹുണ്ട്, എപ്പോഴും അത് മസ്കുലിൻ കാറ്റഗറിക്കകത്തായിരിക്കും. കാർ ആണെങ്കിൽ ദസ് ഔട്ടോ, നമ്മളുടെ നാട്ടിൽ പറയുന്ന ഓട്ടോറിക്ഷ. ഓക്കെ, ആ ഓട്ടോ, കാറിന് അവിടെ പറയുന്ന ഔട്ടോ, AUTO, AUTO, ദസ് ഔട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുമ്പം വേണമെങ്കിൽ കളർ ഡിഫറൻഷിയേഷൻ ചെയ്ത് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് പഠിക്കാം. അതായത് മസ്കുലിന് കൊടുത്തു റെഡ്, ഫെമിനിന് കൊടുത്തു ഒരു ഗ്രീൻ. ഓക്കെ, പിന്നെ നോയിട്രത്തിന് കൊടുത്തു ഒരു ബ്ലൂ. പിന്നെ പ്ലൂറൽ വരുവാണെങ്കിൽ ബാക്കിയെല്ലാം ജസ്റ്റ് പ്ലൂറൽ, സിംഗുലർ അല്ലാതെ വേറെ എന്തെങ്കിലും വന്നാൽ പ്ലൂറൽ ആയിട്ട് തോന്നുവാണെങ്കിൽ, പ്ലൂറൽ ആയിട്ട് വരുവാണെങ്കിൽ അതാണ് നമ്മുടെ പ്ലൂറൽ. സോറി. അപ്പൊ ഇതാണ് ദേ ആർ, ദി, ദസ്, ദി, ഈ കാറ്റഗറീസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആർട്ടിക്കിൾസ് പഠിക്കുവാണെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അതേസമയം പെന്ന, ഓക്കെ, പെൻ പറയുക. പെന്നിന്റെ ആർട്ടിക്കിൾ ദയാ, ദയാ സ്റ്റിഫ്റ്റ്, STIFT. ഓക്കെ, അപ്പൊ സ്റ്റിഫ്റ്റ് ജസ്റ്റ് ഒരു റിമെമ്പറൻസിന് വേണ്ടി. ഓക്കെ, നമ്മളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം ഒരു വേർഡ്സ് പഠിക്കുവാണെങ്കിൽ അത് പിന്നെ നമ്മൾ മറക്കത്തില്ല. എന്തെങ്കിലും ഒരു റിലേഷൻ കണ്ടെത്തിയിട്ട് പഠിക്കുവാണെങ്കിൽ അത് മറക്കത്തില്ല. അതേസമയം നോക്ക്, സ്റ്റിഫ്റ്റ് ആണെങ്കിൽ ദയാ. അപ്പൊ ദയാ സ്റ്റിഫ്റ്റ് ആണെങ്കിൽ നമുക്കിപ്പം പറയാം സ്റ്റിഫ്റ്റ്, അതായത് പെൻ എപ്പോഴും മോസ്റ്റ്ലി മെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു മസ്കുലിൻ കാറ്റഗറി ആയില്ലേ. പിന്നെ അത് മറക്കത്തില്ല. ഓക്കെ, പേന മെയിൽസ്. ഓക്കെ, DIE. ഓക്കെ, DIE. ഓക്കെ, ക്ലൈഡോ മീൻസ് ഡ്രസ്സ്. ഡ്രസ്സ് ഫീമെയിൽസിനാണ് കൂടുതൽ കളക്ഷൻസ് കിട്ടാൻ ആഗ്രഹം, വെറൈറ്റീസ് കൂടുതൽ ഫീമെയിൽസിന് ആഗ്രഹം എന്ന്. ലോജിക് ഒന്നും ഇല്ലായിരിക്കും പഠിക്കുന്നതിനകത്ത്, ഡിഫറൻഷിയേഷൻ ചെയ്ത് പഠിക്കാൻ ലോജിക് ഒന്നും ഇല്ലായിരിക്കും. ലോജിക് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് എന്തെങ്കിലും ഒരു റിമെമ്പറൻസിന് വേണ്ടി തന്നെ അത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ പഠിച്ച സമയത്തൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു പഠിച്ചത്. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് മനസ്സിലാകും. അങ്ങനൊക്കെ തന്നെ. ആർട്ടിക്കിൾസ് ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒത്തിരി സ്പീഡിലാണോ പറയുന്നത്? മനസ്സിലായി മിസ്സേ. സ്പീഡിലാണോ പറയുന്നത്? സ്പീഡായിട്ട് തോന്നിയില്ല. ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഒന്ന് പറയാവോ? സ്പീഡ് കുറയ്ക്കാം. നോർമൽ സ്പീഡ്. ഓക്കെ, ആർട്ടിക്കിൾ മനസ്സിലായോ? ആരായിരുന്നു ചോദിച്ചത്? ചോദിച്ച ആൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ, ഓക്കെ. അപ്പൊ നമ്മളുടെ എവിടായിരുന്നു ആർട്ടിക്കിൾസ് മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ മന്ത്സ് നോക്കുന്നത്. ദേ ആർ മൊനാട്ട്. ഓക്കെ, ദേ ആർ മൊനാട്ട് മീൻസ് മന്ത്. മന്ത്സ് എന്ന് പറയാം, പ്ലൂറൽ ആയിട്ട് പറയുവാണെങ്കിൽ ദി മൊനാട്ടെ. ഓക്കെ, ഇനിയാണ് മന്ത്സ് നോക്കിക്കേ. ജനുവരി. ഓക്കെ,
ജനുവരിക്കാണ് പറയുന്നത് യാനുവാർ. യാനുവാർ. ഓക്കെ, ആറെന്ന് നമ്മൾ സ്പെസിഫിക്കലി എടുത്തു പറയുന്നില്ല. ഓക്കെ, യാനുവാർ. എവിടെ ഒരു ആറിന്റെ ചെറിയതായിട്ടൊരു സൗണ്ട് ഉണ്ട്, പക്ഷെ യാനുവാർ നമ്മൾ എടുത്തു പറയുന്നില്ല. യാനുവാർ എന്ന് പറയുന്നില്ല, യാനുവാർ. കിട്ടിയോ? ജനുവരി യാനുവാർ, യാനുവാർ. ഫെബ്രുവരി ഫെബ്രുവാർ. മാർച്ച് മേഡ്സ്. എ ഉംലോട്ട് വന്നതും കൊണ്ട് മേഡ്സ്, മാർച്ച് മേഡ്സ്. ഏപ്രിൽ ആപ്രിൽ. എ ആ ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ആപ്രിൽ. ഏപ്രിൽ ഇംഗ്ലീഷ്, ആപ്രിൽ ജർമ്മൻ. പിന്നെ മെയ്, മെയ് തന്നെ. ജൂൺ, ജൂൺ ആണ് യൂനി. കണ്ടോ? JUNI. നമ്മള് ജേനെ പറയുന്നതാണ്. ഓക്കെ, ജേനെ എന്നാ നമ്മൾ പറയുന്നത്? Yeah. ആ ലെറ്റർ ആയിട്ട് എന്നാ പറയുന്നത്? Yod. ഓക്കെ, യോട്ടിന്റെ പ്രൊനൗൺസിയേഷൻ യാ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? JUNI, യൂനി. ഓക്കെ, ജേനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യൂനി, വൈ, യൂനി. നെക്സ്റ്റ് ആണ് ജൂലൈ. ഓക്കെ, യുലി. ഓക്കെ, ഐ ആണ് ഇ. യുലൈ എന്ന് പറയത്തില്ല നമ്മള്, യുലി, യുലി. ഓഗസ്റ്റ് ആണ് ഔഗുസ്റ്റ്, ഔഗുസ്റ്റ്. AU ആണ് പറയുന്നത്, ഔഗുസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റിനെ പറയുന്നതാണ് ഔഗുസ്റ്റ്. സെപ്റ്റംബർ. ഓക്കെ, സെപ്റ്റംബറിനെ പറയുന്നത് സെപ്റ്റംബർ. വരുന്നില്ല അവിടെ, ആർ സൗണ്ട് നമ്മൾ സ്പെസിഫിക്കലി എടുത്തു പറയുന്നില്ല. സെപ്റ്റംബർ. ഓക്കെ, ഒക്ടോബർ ആണ് ഒക്ടോബർ. പകുതി വിഴുങ്ങുക, അത്രേ ഉള്ളൂ. ഒക്ടോബർ. നവംബർ ആണ് നവംബർ, നവംബർ. ഡിസംബർ ആണ് ഡെസംബർ, ഡെസംബർ. ഓക്കെ, ഡെസംബർ. ഇങ്ങനെ. അപ്പൊ എന്താ മന്ത് ഏതൊക്കെയാ? മന്ത്സ് ഏതൊക്കെയാ? യാനുവ, ഫെബ്രുവരി, മേഴ്സ്, ആപ്രിൽ, മെയ്, യൂനി, യൂലി, ഔഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഡെസംബർ. കിട്ടിയോ? ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മന്ത് കിട്ടാത്തതുണ്ടോ പ്രൊനൗൺസിയേഷൻ? ഗ്രേസ് ഒന്ന് പറയാവോ? Hello. ആ, ഗ്രേസ് ഒന്ന് പറയാവോ മന്ത്? Yanuwa, February, May, April, May, Juni, യൂനി, യൂനി, Juni, July, August, ഔഗസ്റ്റ്. August, ഓക്കെ, യു അല്ലേ? അപ്പൊ നമ്മള് ഊന്ന പറയുന്നത് ഔഗസ്റ്റ്. August, ആ, September, October, November, December. ഓക്കെ. നെക്സ്റ്റ് ആൽദസ്. ആൽദസ് ഇല്ലേ? ദിയ. January, യാനുവ, യാനുവ, February, March, April, May, June, July, August, September, August, ഔഗസ്റ്റ്. September, October, November, December. ഓക്കെ. നെക്സ്റ്റ് അജിത് കുമാർ. January,
ആ ഫെബ്രുവ മേഴ്സ് ഏപ്രിൽ മെയ് യൂണി യൂലി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഔഗസ്റ്റ് നവംബർ ഡിസംബർ. ഔഗസ്റ്റ് സോറി ഔഗസ്റ്റ് ആ ആ ഓഗസ്റ്റ്. പിന്നെ അത് യൂനി അല്ല, അത് യൂനി ആണ്. ആ, ആ. എന്ന് പറയണം, യൂനി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഓക്കെ, മന്ത്സ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഡേയ്സ്. ഓക്കെ, വീക്കിന്റെ പിന്നെ മന്ത്സിനകത്ത് നമ്മൾ ദയ മൊനാട്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ദയ ഫെബ്രുവർ, ദയ യാനുവ, അങ്ങനാണ്. ഓക്കെ, എല്ലാ മന്ത്സിന്റെ മുൻപിലുള്ള ആർട്ടിക്കിള് ദയ സ്പെസിഫിക് ആയിട്ട് ഓൾറെഡി അതിന്റെ ഡെസ്റ്റിൻഡ് ആണ് അതിന്റെ ആർട്ടിക്കിൾസ്. ഓക്കെ, ദയ യാനുവ, ദയ ഫെബ്രുവർ. പഠിക്കുമ്പോ മൊനാറ്റ് എപ്പോഴും ദയ ആർട്ടിക്കിളാ. ഓക്കെ, ഇപ്പൊ ദയ മൊനാറ്റ്, ദയ യാനുവ, ദയ ഫെബ്രുവർ, ദയ മേഴ്സ്, ദയ ഏപ്രിൽ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്താണ് ഡേയ്സ് ഓഫ് ദ വീക്ക്. ഞാൻ അത് ഇപ്പൊ അയച്ചിട്ടുണ്ട്. ഓക്കെ, വീക്ക് ഡേയ്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മള് ഡേനെ പറയുന്നതാണ് ടാഗ്. ഓക്കെ, TAG, ടാഗ് ഇല്ലേ, അത് തന്നെ. ഡേ ആണ് ടാഗ്. ടാഗ് എന്നാണ് ഇതിന്റെ വേർഡ്. ദേ ആർ ടാഗ്. ഓക്കെ, ദേ ആർ ടാഗ്. ആരെങ്കിലും മസ്കുലിൻ ആർട്ടിക്കിൾ ഒന്ന് പ്രൊനൗൺസ് ചെയ്യാവോ? ഓക്കെ, ഇനി വീക്ക് ഡേയ്സ്. ഓക്കെ, ഡേ ആണ് ദേ ആർ ടാഗ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. എങ്ങനെ പറയുന്നേ? മൺഡേ ആണ് ദേ ആർ മോൺടാഗ്. ഇവിടെ നോക്കണം, ഡേയ്സ് എപ്പോഴും ദേ ആർ ആർട്ടിക്കൽ ആണ്, അതായത് ഡേയ്സും മസ്കുലിൻ ആണ്. ദേ ആർ മോൺടാഗ്. ഓക്കെ, ദേ ആർ മോൺടാഗ്. മൺഡേ. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ ഒരു ഇതില്ലേ, ഡിവിഷൻ ഇല്ലേ, മൺഡേ ദേ ആർ മോൺടാഗ്. ട്യൂസ്ഡേ ആണെങ്കിൽ ദേ ആർ ഡീൻസ്റ്റാഗ്. DIE. അപ്പൊ സെക്കൻഡ് ലെറ്റർ എന്തുവാ? IE. ഡീൻസ്റ്റാഗ്. ദേ ആർ ഡീൻസ്റ്റാഗ്. വെനസ്ഡേ ആണെങ്കിൽ ദേ ആർ മിറ്റ് വോ. ഓക്കെ, ഇവിടെ CH ആണെങ്കിൽ നമ്മള് ഹ എന്ന് പറയും. ചിലയിടത്ത് നമ്മള് ഷ എന്ന് പറയും, ചിലയിടത്ത് നമ്മള് ഹ എന്ന് പറയും. അപ്പം അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാ, നമ്മളുടെ വവൽസ് ഇല്ലേ, AEIOU ഇംഗ്ലീഷിലെ, അന്നേരം AOU. ഓക്കെ, AOU വന്നാല് നമ്മള് അതിനെ പറയും ഹ. ഇപ്പൊ കണ്ടോ, മിറ്റ് വോ. അപ്പൊ CHന്റെ ജസ്റ്റ് ബിഫോർ ആയിട്ട് വന്നേക്കുന്ന ഏത് ലെറ്ററാ? O. അപ്പം AOU. O കഴിഞ്ഞിട്ട് CH വരുവാണെങ്കിൽ AOU. ഈ മൂന്ന് ലെറ്റേഴ്സ് ആ പെർട്ടിക്കുലർ വേർഡ് വരുവാണെങ്കിൽ ആ CH നമ്മൾ ഹ ആയിട്ടാണ് പറയുന്നത്. അതേസമയം EI വരുവാണെങ്കിൽ, ഓക്കെ, EI ഒന്നെങ്കിൽ E അല്ലെങ്കിൽ I വരുവാണെങ്കിൽ നമ്മൾ അതിന് ഷ എന്ന് പറയും. മനസ്സിലായോ? CH എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് മനസ്സിലായോ? നമ്മളുടെ ഇംഗ്ലീഷിലുണ്ട് വവൽസ് AEIOU. അതിനകത്തുനിന്ന് AOU വന്നാല് CH നമ്മള് ഹ എന്ന് പറയും. അതേസമയം ഒന്നെങ്കിൽ I അല്ലെങ്കിൽ E വന്നാല് നമ്മൾ CHനെ ഷ എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഇപ്പം ഈ
കേസിൽ എന്തുവാ ഓ വന്നു, മിറ്റ് വോ അല്ലേ? അപ്പൊ മിറ്റ് വോ ആയതുകൊണ്ട് ഓ വന്നതും കൊണ്ട് നമ്മൾ ഹ എന്നാ പറയുന്നത്, മിറ്റ് വോ. വെനസ്ഡേ പറയുന്നത് ദേ ആർ മിറ്റ് വോ. ഇനി തേഴ്സ്ഡേ ആണ് ദേ ആർ ഡോണേഴ്സ് ടാഗ്. ദേ ആർ ഡോണേഴ്സ് ടാഗ്. ദേ ആർ ഡോണേഴ്സ് ടാഗ്. ഫ്രൈഡേ ആണ് ദേ ആർ ഫ്രൈ ടാഗ്. ഈ ഐ വരുന്നപ്പം നമ്മൾ ഐനെ പ്രിഫറൻസ് ചെയ്തിട്ട് അതിന് ഐ പറയുന്നത്. അപ്പൊ ഫ്രൈ, ഫ്രൈ ടാഗ്. സാറ്റർഡേ ആണെങ്കിൽ ദേ ആർ സാംസ് ടാഗ്. ദേ ആർ സാംസ് ടാഗ്. സൺഡേ ആണെങ്കിൽ ദേ ആർ സോൺ ടാഗ്. ദേ ആർ സോൺ ടാഗ്. ഓക്കെ, ഇതാണ് സൺഡേ, മൺഡേ ടു സൺഡേ ഉള്ള വീക്സ്. അതായത് മൺഡേ ദേ ആർ മോൺടാഗ്, ട്യൂസ്ഡേ ദേ ആർ ഡീൻസ് ടാഗ്, വെനസ്ഡേ ദേ ആർ മിറ്റ്വോ, തേഴ്സ്ഡേ ദേ ആർ ഡോണേഴ്സ് ടാഗ്, ഫ്രൈഡേ ദേ ആർ ഫ്രൈ ടാഗ്, സാറ്റർഡേ ദേ ആർ സാംസ് ടാഗ്, സൺഡേ ദേ ആർ സോൺ ടാഗ്. ഓക്കെ, മന്ത് പഠിച്ചു, ഡേയ്സ്. ഓക്കെ, ഡേയ്സും പഠിച്ചു. അപ്പം ഡേയ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, എവിടെയെങ്കിലും പോയാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മന്തും ഡേയും. ഓക്കെ, അപ്പം അമൽ ഒന്ന് പറയാവോ ഡേയ്സ്? One second. Monday, their Montag. Tuesday, their Deanstag. ദേർ എന്ന് പറയല്ലേ, ദയാ. There, ദയാ. there. Mm. Wednesday, their Midwalk. Thursday, their Donnerstag. There, ദേർ എന്ന് വേണ്ട, ദേ ആ, ദയാ, ദയാ. there, ആ, ദയാ. ഈ ആർ എന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയണ്ട, there. ദയാ. Okay, okay. ഓക്കെ, Friday, their Freitag. ആ, Saturday, their Samstag. Sunday, their Sonntag. ഓക്കെ, വെരി ഗുഡ്. ദയാ ഉള്ള ദയ സൗണ്ട് ഒന്ന് നോക്കണേ. There, ആർട്ടിക്കിൾസ് ദയ പറയുമ്പോ ദയാ, ദേ ആ, അത്രയും നോക്കിയാൽ മതി, ദയാ. okay, okay. നെക്സ്റ്റ് സുഷ്മിത ഒന്ന് വായിക്കാമോ? Monday, they are Montag. Tuesday, they are Deanstag. Wednesday, they are Mitzvah. Thursday, they are Donnerstag. Friday, they are Freitag. Saturday, they are Samstag. Sunday, they are Sonntag. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വിവേക്. They are Montag, ഉം, they are Dienstag, they are Mid, ഉം, they are Donnerstag, ആ, they are Freitag, they are Samstag, they are Sonntag. ഓക്കെ. ആൽദിസ്. ആൽദിസ് മന്തും പറഞ്ഞില്ല, വീക്കും പറഞ്ഞിട്ടില്ല. ആൽദിസിന് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ അന്നേരം തന്നെ. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം എല്ലാവർക്കും മനസ്സിലായോ ഡേയ്സ് ഓഫ് ദ വീക്ക്? ഏതെങ്കിലും ഒരു വീക്കിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഡേക്ക് പ്രൊനൗൺസിയേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടോ? നാളെ മന്തും ഡേയ്സും ഒക്കെ പഠിച്ചുകൊണ്ട് വരേണ്ടതാ കേട്ടോ. നാളെ ഞാൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ പറഞ്ഞോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. വെനസ്ഡേ ദയാ മിറ്റ്വോ, മിച്ചു മിറ്റ്വോ. മിച്ചു
എനിക്ക് എക്കോ ആകുന്നതാണ്. മിറ്റ് വോ, എന്തുവാ മിച്ച് വെക്കുന്നാണോ? മിച്ച് അല്ലേ, MIT, മിറ്റ് 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 ആ മിറ്റ് വോ മിറ്റ് ആ ഓ ആ MIT മിറ്റ് മിറ്റ് വോ. മനസ്സിലായോ? ആ കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതായി നമ്മളുടെ മന്ത്സും ഡേയ്സും. ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് കണ്ടോ, സീസൺസ്. ഓക്കെ, സീസൺസ് ആണ് യാരെ സൈറ്റൻ. സ്പെല്ലിംഗ് കണ്ടോ? ആ എല്ലാവരുടെയും എല്ലാത്തിന്റെയും മന്ത്സും ഡേയ്സിന്റെ സ്പെല്ലിങ്സ് ഒക്കെ നോക്കിക്കുവാണേ. എഴുതി ആദ്യം പഠിച്ചു. ഓക്കെ, എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വളരെ കോമൺ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം എഴുതുന്നത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേക്കണം. പിന്നെ അതൊന്ന് നമ്മൾ ഇച്ചിരി കോമൺലി അത് യൂസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പെല്ലിങ്സ് ഒക്കെ ഭയങ്കര നല്ലോണം മനസ്സിലാകും. ഓക്കെ, ഈസി ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ വായിക്കുന്നത് അല്ലെങ്കിൽ എന്താ പ്രൊനൗൺസിയേഷൻ എന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നെക്സ്റ്റ് ആണ് സീസൺസ്, അതായത് യാറെ സൈറ്റൻ. JARESZEITEN. ജെയ, യാറെ, എസും സെഡും ഒരുമിച്ച് സ. ഓക്കെ, യാറെ സൈറ്റൻ. EI വന്നപ്പം ഐ. അപ്പൊ യാറെ സൈറ്റൻ സീസൺസ്. ഓക്കെ, പ്ലൂറൽ ആണിത് കണ്ടോ. അപ്പൊ ഇതിന്റെ ആർട്ടിക്കിൾ എന്ത് വരും? ദി യാറെ സൈറ്റൻ. DIE, ദി യാറെ സൈറ്റൻ. ജാറെ സേറ്റൻ എന്നല്ലേ? ജാറെ അല്ല, യാറെ. ജെ നമ്മള് വൈ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. യാറെ. കിട്ടിയോ? യാറെ സൈറ്റൻ. സയന് കിട്ടിയോ? ഓക്കെ, യാറെ സൈറ്റൻ. ഓക്കെ, അത് സീസൺസ് പ്ലൂറൽ. ഓക്കെ, അപ്പം യാറെ സൈറ്റൻ പ്ലൂറൽ. അപ്പൊ ഇതിന്റെ സിംഗുലർ എന്തുമായിരിക്കും? യാറെ സൈറ്റ്. EN ഒമിറ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, ഒമിറ്റ് ഔട്ട് ചെയ്തു, വേണ്ട. EN ഒമിറ്റ് ഔട്ട് ചെയ്തു. യാറെ സൈറ്റ്, അതാണ് സിംഗുലർ. ദയാ യാറെ സൈറ്റ്. DER, ദയാ യാറെ സൈറ്റ്. പ്ലൂറൽ ആണെങ്കിൽ ദി യാറെ സൈറ്റൻ. ഓക്കെ, അവിടെ എഴുതിക്കോ, ദയാ യാറെ സൈറ്റ് സിംഗുലർ. ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടം വിന്റർ, സ്പ്രിംഗ് സമ്മർ ഓട്ടം വിന്റർ. അപ്പൊ സ്പ്രിംഗ് എന്തുവാ? ദേ ആർ ഫ്രൂലിംഗ്. യു ഉംലൗട്ട് ആയതുകൊണ്ട് ഫ്രൂലിംഗ്. ഓക്കെ, ഫ്രൂലിംഗ്. കിട്ടിയോ? ദേ ആർ NG വന്നത് കൊണ്ട് ലിംഗ്. സമ്മർ ആണ്. ദേ ആർ സോമർ. സോമർ. ഹെർബ്സ്റ്റ് ഒരുമിച്ച് വായിക്കനെ, ഡിഫറൻസ് ആക്കല്. BST, ഹെർബ്സ്റ്റ്. ഓക്കെ, വിന്റർ ആണ്. ദേ ആർ വിന്റർ. വിന്റർ ആസ് ഇറ്റ് ഈസ് തന്നെ. ദേ ആർ വിന്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സീസൺസ്. സ്പ്രിംഗ് ആണ് ദേ ആർ ഫ്രൂലിംഗ്. സമ്മർ ആണ് ദേ ആർ സോമർ. ഓട്ടം ആണ് ദേ ആർ ഹെർബ്സ്റ്റ്. വിന്റർ ആണ് ദേ ആർ വിന്റർ. ഓക്കെ, ദേ ആർ വിന്റർ. കിട്ടിയോ? ആർക്കെങ്കിലും പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ. ഷെറിൻ ഒന്ന് പറയാമോ സീസൺസ്? ഓക്കെ. ഹംസ? സയാന? സന്ദേശ? സയൻ? Hello. ആ. Spring Daya Fruling. Summer Daya Summer. Autumn Daya Herbst. Winter Winter Herbst. സ്പ്രിംഗ് ഒന്നുകൂടി പറഞ്ഞേ. സയൻ സ്പ്രിംഗ് ഒന്നുകൂടി ഒന്ന് പറയാമോ? Daya Fruling. ഓക്കെ. ദേ ആർ ഫ്യൂലിംഗ് ആണ് അത്. Springling. ആ, ഫ്യൂലിംഗ്. Fueling. ഫ്യൂലിംഗ്. Fruling. ആ. യു ഉള്ളൗട്ട് യു ആയിട്ട് വായിക്കണേ. ഫ്രൂ. ഓക്കെ. ഫ്യൂലിംഗ്. ചൈത്ര? മറിയ? Spring, they are fueling. Summer, they are summer. Autumn, they are harvest. Winter, They are they are herbs. They are They- herbs. they are harvest. Winter, Ah. they are winter. ഓക്കെ. സീസൺസ് എന്നാ? സീസൺസ് ഒന്ന് എന്തോ പറഞ്ഞിരുന്ന നമ്മള് ജർമ്മനില്? Jahreszeit. ഏ? Jahreszeit. ഓക്കെ. അതിന്റെ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ എന്തുവാ? Jahreszeit. DIE. ദി ആർട്ടിക്കിൾ ആണ്. അപ്പം Jahreszeit. ഓക്കെ. Okay. ആദിത്യ? കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. They are fueling, spring. They are summer. They are herbs. Autumn. ഓക്കെ. They are winter. നെക്സ്റ്റ് ആണ് വെദർ. ഓക്കെ. വെദറിനെ നമ്മൾ പറയുന്നതാണ് ദസ് വെറ്റർ. ഓക്കെ. ദസ് വെറ്റർ. അപ്പൊ അവിടുത്തെ ആർട്ടിക്കൽ ചേഞ്ച് കണ്ടോ? ഇത് നോയിട്രം ആണ്. ഓക്കെ. ആർട്ടിക്കൽ വെദറിന്റെ കൂട്ടത്തിൽ എപ്പോഴും ദസ് ആയിരിക്കും. ഓക്കെ. ആർട്ടിക്കൽ വെദറിന്റെ കൂടെ എപ്പോഴും ദസ് ആയിരിക്കും. ദസ് ആർട്ടിക്കൽ ആയിരിക്കും വെദറിന്റെ കൂടെ. വെദർ, ദസ്, വെറ്റർ. മനസ്സിലായോ? സീസൺസ് ബാക്കി എല്ലാ 4 സീസൺസും വരുന്നത് ദേ ആർട്ടിക്കൽ ആണ്. അതേസമയം വെദർ. ഓക്കെ. ഇന്ന് എന്തുവാ വെദർ? അപ്പൊ ആ വെദർ നമ്മൾ ചോദിക്കുമ്പോഴാണ് അതിന്റെ ആർട്ടിക്കൽ ആണ് വരുന്നത് ദസ് വെറ്റർ. ഓക്കെ. ഈ ഒരു എക്സെപ്ഷൻ ഉണ്ട് വെദർ പറയുമ്പോ. ദസ് വെറ്റർ. അപ്പൊ നമ്മൾ ഇന്ന് എന്തോ പഠിച്ചത്? മന്ത്സ്, ജർമ്മനിലെ ഡേയ്സ്, പിന്നെയാണ് Jahrzeiten, അതായത് സീസൺസ്. ഒന്നുകൂടി ഞാൻ മന്ത്സ് പറയാം.
Dea monat. Okay, Dea monat means month. The monate means months. ഇപ്പൊ എന്താ ഈ മന്ത്സിന്റെ എല്ലാ ആർട്ടിക്കിൾസ് എന്തുവാ ദയ, അതായത് മസ്കുലിൻ ആർട്ടിക്കിൾസ് ആണ് ഈ മന്ത്സിന്റെ. ദയ യാനുവ, ദയ ഫെബ്രുവ, ദയ മേഴ്സ്, ദയ ആപ്രിൽ, ദയ മെയ്, ദയ യൂനി, ദയ യൂലി, ദയ ഓഗസ്റ്റ്, ദയ December. Okay, next days എന്തുവാ Monday. They are Montag, they are Dienstag, they are Mittwoch, they are Donnerstag, they are Freitag, they are Samstag, they are Sonntag. Next ആണ് seasons, അതായത് Jahreszeiten. Jahreszeiten പ്ലൂറൽ ആയതുകൊണ്ട് ഇത് die Jahreszeiten. അതേസമയം സിംഗുലർ സീസൺ മാത്രമാണെങ്കിൽ they are Jahreszeit. Okay, അപ്പൊ അതെങ്കിൽ സ്പ്രിംഗ്, they are Frühling, they are Sommer, they are Herbst, they are Winter, thus Wetter. അതാണ് സീസൺസ്, മന്ത്സ്, ഡേയ്സ്, സീസൺസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ നാളെയും ഈ 3 കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. ഓക്കെ, നോക്കാതെ തന്നെ പറയണേ. ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പഠിക്കുന്നതൊക്കെ ബണ്ടൽ അപ്പ് ചെയ്യാതെ ഈ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് വായിച്ച് പഠിക്കാന്. ആ ഒരു 20 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ബണ്ടൽ അപ്പ് ആകത്തില്ല. ഓക്കെ, ഇതിപ്പം ബേസിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്രാമർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ കാര്യങ്ങൾ തറ ആയില്ലെങ്കിൽ പിന്നെ ഈ തിരിച്ച് ഈ ബേസിക്സ് ഒക്കെ നമ്മൾ നോക്കത്തും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് അതുപോലെ തന്നെ ഇരിക്കും. ഡെയിലി ലൈഫിൽ ഇന്ന് ഏത് ഡേറ്റ് പഠിച്ചിട്ടില്ല, ഇന്ന് ഏത് മന്താ, ഇന്ന് ഏത് ഡേ ആണ്, ഓക്കെ, ഇപ്പൊ എന്താ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് പഠിക്കുവാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് ഇത് മെമ്മറൈസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? പ്രൊനൗൺസിയേഷനോ വേറെ എന്തെങ്കിലും? ചോദിച്ചോളൂ. ഒന്ന് നോക്കിക്കേ എല്ലാവരും, മന്ത്സും ഡേയ്സും സീസൺസും വായിച്ചു ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിക്കേ. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിച്ചു. ഏതായാലും നമ്മൾ ആരും പിന്നെയും കാണാൻ പോത്തുമില്ല. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് വരണേ. നാളെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുവോ ഇതെല്ലാം. നോക്കാതെ തന്നെ പറയണേ. പിന്നെ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, ശരി എന്നാ, ഗുഡ് നൈറ്റ്. Right. Night. Good night. ശരി.